Yes, I am ready. Office po ready ആയി കഴിഞ്ഞു. This is my outfits. These are my ornaments. This is my look. This is my makeup. ഓഫീസിൽ ഞാൻ അങ്ങനെ കാഷ്വൽസ് ഇടുന്നത് വളരെ റെയർ ആട്ടോ. സെമി ഫോമൽസ് അല്ലെങ്കിൽ ഫോമൽസ് മാത്രമേ ഞാൻ ഓഫീസിൽ ഇടാറുള്ളായിരുന്നു. എനിക്കതാണ് ഇഷ്ടം. സോ ദിസ് ഈസ് മൈ ലുക്ക്. എൻ്റെ കാറ് പഞ്ചറാണ്. അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് ഓടിക്കില്ല. ഞാൻ ആരെങ്കിലും എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ കാർ ഡ്രൈവ് ചെയ്യുള്ളൂ. യാ ഓക്കെ. ആൻഡ് സോ യൂബർ എടുത്താണ് ഓഫീസിൽ പോകുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ബ്രെഡും പീനട്ട് ബട്ടറും കഴിച്ചു. സോ 11:30 to 8:30 PM ആണ് എൻ്റെ ഷിഫ്റ്റ് എന്ന് പറയുന്നത്. സോ ഐ വിൽ ബി പ്രിറ്റി ബിസി ഇൻ ഓഫീസ്. എങ്കിലും അതിലെ ചെറിയ ക്ലിപ്സൊക്കെ ഞാൻ കാണിച്ചു തരാം. സോ കം ലെറ്റ്സ് ഗോ ടു ഓഫീസ്. ഫുൾ ടാൻ അടിച്ചിരിക്കുകയാണ് ബ്രോ. ഒരാഴ്ച ട്രിപ്പിലായിരുന്നില്ലേ, അങ്ങനെ ഫുൾ ടാൻ അടിച്ച് ഇരിക്കുവാണ് ഞാൻ. ഇതിന് എങ്ങനെ ഞാൻ തിരിച്ചു പിടിക്കുമെന്ന് എനിക്ക് യാതൊരു പിടിയില്ല. എനിവേ ഐ ആം ഓൾറെഡി ഇതാണ് എൻ്റെ ഓഫീസ് ബിൽഡിംഗ്. എൻ്റെ കമ്പനിയുടെ പേരോ എൻ്റെ കമ്പനിക്കുള്ളിൽ നടക്കുന്ന ഒരു കാര്യം എനിക്ക് റിവീൽ ചെയ്യാൻ പറ്റില്ല. സോ അത് എൻ്റെ കമ്പനി പോളിസിയാണ്. നിറയെ ബൊഗൈൻവില്ല ഫ്ലവേഴ്സ് ഒക്കെ ആയിട്ട് നല്ല രസമായിട്ടോ എൻ്റെ കമ്പനി ഓഫീസ് കാണാനായിട്ട്. സോ കുറച്ച് വർക്കിന് ശേഷം ലഞ്ച് ബ്രേക്കിന് വേണ്ടിയിട്ട് ഞാൻ ഇറങ്ങി. ഹേമന്തേട്ടനാണ് എൻ്റെ ഓഫീസ് ഫ്രണ്ട്. ആൻഡ് നിതിനും ഉണ്ട്, നിതിനൊന്നും വന്നിട്ടില്ല. സോ ഞാനും ഹേമന്തേട്ടനും കൂടെ വന്നിരിക്കുകയാണ് കഴിക്കാൻ. ദിസ് ഈസ് അവർ പാൻട്രി. ഊണും ഒക്കെ നമുക്ക് അവിടെ തന്നെ അവൈലബിൾ ആണ്. ഞാനൊരു ഊണും ചിക്കൻ ഫ്രൈയും, ചേട്ടൻ ഒരു ബിരിയാണിയുമാണ് വാങ്ങിച്ചത്. സോ ദിസ് ഈസ് അവർ പാൻട്രി. എല്ലാവരും ഇരുന്ന് ലഞ്ച് ബ്രേക്കിന് ലഞ്ച് കഴിക്കുന്ന സീനാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ ലഞ്ച് കഴിച്ചതിന് ശേഷം ഇത് കുറച്ച് പെയിൻറ്റിങ്സ് അവിടെ വെച്ചിട്ടുണ്ട്, കുറച്ച് ബുക്സ് നമുക്ക് ഫ്രീ ഉള്ള ടൈമിൽ വായിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബുക്സ് അവിടെ വെച്ചിട്ടുണ്ട്. സോ ഇഷ്ടമുള്ളവർക്ക് ആ ബുക്സ് എടുത്ത് വായിക്കാം. സോ അങ്ങനെ ലഞ്ചിന് ശേഷം ഈ ഫുൾ ടൈം നമ്മൾ ഈ ബിൽഡിങ്ങിനുള്ളിൽ ഇങ്ങനെ AC റൂമിൽ ഇരിക്കുമ്പോൾ കുറച്ച് കാറ്റും വെളിച്ചമൊക്കെ വേണ്ടേ. സോ നമ്മൾ ലഞ്ച് ബ്രേക്കിന് ഇറങ്ങുമ്പോഴും വൈകിട്ട് ബ്രേക്കിന് ഇറങ്ങുമ്പോഴും നമ്മൾ പുറത്ത് നടക്കാൻ പോകാറുണ്ട്. അങ്ങനെ കാർ പാർക്കിങ്ങിലൂടെ നമ്മൾ പുറത്തോട്ട് പോകുന്ന സീനാണിത്. പുറത്ത് പോയി നമ്മൾ കുറച്ച് നേരം അവിടെ കൂടെ നടന്ന് ഇതേ കണ്ടില്ലേ, എൻ്റെ ഓഫീസ് കണ്ടില്ലേ ബാക്ക്ഗ്രൗണ്ടിൽ, എന്താ ഭംഗിയല്ലേ കാണാനായിട്ട്. ഹേമന്തേട്ടൻ ഞാനും കൂടെ കഥ പറച്ചിലാണ് കേട്ടോ. നമ്മൾ എപ്പോൾ ഒരുമിച്ച് കൂടിയാൽ ഇത് തന്നെയാണ്. ലോകത്തുള്ള എല്ലാ കാര്യവും എല്ലാവരുടെ കാര്യവും, ഈവൻ വാറിനെ പറ്റിയൊക്കെ ലാസ്റ്റ് ഡേ നമ്മളിരുന്ന് ഘോര സംസാരമായിരുന്നു. ട്രംപ്, US അങ്ങനെ ഇത് കണ്ടില്ല, എന്ത് ഭംഗിയല്ലേ. നല്ല രസമായിട്ടോ എൻ്റെ ഓഫീസാണ്. സീരിയസ്ലി ഞാൻ പറയാം, എൻ്റെ ഓഫീസ് ബിൽഡിംഗ് ഭയങ്കര ഭംഗിയാണ്. എല്ലാ കളർ ബൊഗൈൻവില്ല ഫ്ലവേഴ്സും ഇതുപോലെ മരങ്ങളും, നടക്കാൻ പോകാനൊക്കെ നമുക്കൊരു ബ്രേക്ക് എടുത്ത് നടക്കുമ്പോൾ നല്ല രസമാട്ടോ. പിന്നെ നമ്മൾ തിരിച്ച് കയറുവാണ്. താഴത്തെ ഗ്രൗണ്ടിൽ ഇതുപോലൊരു കുറച്ച് മാല, കുറച്ച് ഫാൻസി ഐറ്റംസ് ഒക്കെ സെയിലിന് വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. സോ ഓഫീസ് ബിൽഡിങ്ങിനകത്ത് തന്നെയാണ് കേട്ടോ. സോ അങ്ങനെ അവിടുന്ന് ഞാൻ നിഖിലിന് വേണ്ടിയിട്ടൊരു ഒരു ബ്രേസ്ലെറ്റ് വാങ്ങിച്ചു. കുറേ നാളായിട്ട് വിചാരിക്കും അവന് വാങ്ങിക്കണം എന്നുള്ളത്. സോ അങ്ങനെ അവൻ്റെ ബ്രേസ്ലെറ്റും ഒക്കെ ആയിട്ട് തിരിച്ച് വീണ്ടും എൻ്റെ ഫ്ലോറിലോട്ട് നമ്മൾ നടന്നു പോവുകയാണ്. ചെറിയൊരു വാഷ്റൂമിൽ പോയി മിറർ ഫിറ്റ് ചെക്ക് എന്നൊക്കെ പറയും, ഫിറ്റ് ചെക്കാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. സോ അതിനുശേഷം ഒരുപാട് പണിയുണ്ടായിരുന്നു. ഫ്ലോറിൽ കയറി കുറേ പണിയെടുത്തു. ഇടയ്ക്ക് വീണ്ടും ഒരു ചെറിയ ബ്രേക്ക് എടുത്തു. നമ്മുടെ ഫ്ലോറിൽ തന്നെ എല്ലാ ഫ്ലോറിലും ഇതുപോലെ പാൻട്രി ഉണ്ട് കേട്ടോ. അവിടെ വന്ന് നമുക്ക് ഇഷ്ടമുള്ള കോഫി, ടീ, ക്യാപ്പച്ചിനോ, മിൽക്ക്, വാട്ട് എവർ ഇറ്റ് ഈസ് നമുക്ക് ഫ്രീ ആയിട്ട് കുടിക്കാം. അങ്ങനെ ഇവിടെ വന്ന് ഒരു ചെറിയൊരു കോഫി അടിച്ചു. അതിൻ്റെ കൂടെ തന്നെ വി ഹാവ് കുക്കീസ്, ബിസ്ക്കറ്റ്സ്, പിന്നെ ഹോർലിക്സ്, ബൂസ്റ്റ്, ഹോട്ട് ചോക്ലേറ്റ്, ഈ പറയുന്ന സാധനങ്ങളെല്ലാം അവൈലബിൾ ആണ്. ഇതെല്ലാം നമുക്ക് എംപ്ലോയീസിന് എത്ര വേണോ എപ്പോൾ വേണോ വന്ന് കഴിക്കാം എന്നുള്ള രീതിയിലാണ്. സോ അത് വന്ന് കുറച്ച് കഴിച്ചതിന് ശേഷം വീണ്ടും പോയി വീണ്ടും കുറേ പണിയെടുത്തു. വീണ്ടും നെക്സ്റ്റ് ഈവനിങ് ബ്രേക്കിന് ഞാനും ഹേമന്തേട്ടനും കൂടെ ഇറങ്ങിയിരിക്കുകയാണ്. സോ ഇത് എൻ്റെ പുതിയ ബിൽഡിങ്ങിലാണ് കഴിക്കാൻ പോകണം നമ്മൾ ഈ ചായ കുടിക്കാനായിട്ട്. ഞാൻ പഴയ ബിൽഡിങ്ങിലാണ് എപ്പോഴും വർക്ക് ചെയ്യണേ. വി ഹാവ് എ ന്യൂ ബിൽഡിംഗ്. ആ ബിൽഡിങ്ങിലാണ് നമ്മളിപ്പോൾ ടീ ബ്രേക്കിന് വേണ്ടി പോയിരിക്കുന്നത്. ആ ബിൽഡിങ്ങാണ് നല്ല ഭംഗിയാട്ടോ. ആ ബിൽഡിംഗ് ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ കുറേ നല്ല നല്ല കാഴ്ചകൾ ഓഫീസിൽ വന്നാൽ നമുക്ക് കാണാൻ പറ്റും. എനിക്ക് ഈ ഫിഷിൻ്റെ പേരറിയില്ല. ഹേമന്തേട്ടൻ എന്തോ പറഞ്ഞു കേട്ടോ, ഞാൻ വിട്ടുപോയി. പക്ഷെ നല്ല രസമായിട്ട് ഇവരെ കണ്ടുകൊണ്ടിരിക്കാൻ. ഇത് ഞാൻ എഡിറ്റ് ചെയ്തിട്ടുള്ള ക്ലിപ്പല്ല, എന്ത് ഭംഗിയല്ലേ. അവരെ നല്ല കളറാണ് അവരെ കാണാൻ വേണ്ടിയിട്ട്. സോ അങ്ങനെ എൻ്റെ പുതിയ ബിൽഡിങ്ങിലോട്ട് നമ്മൾ നടക്കുവാണ്. ആരും പേടിക്കേണ്ട, ആരെയോ പറ്റി നല്ല ധകൃതിയായിട്ട് ഞാനും ഹേമന്തേട്ടനും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. നിങ്ങളെ പണിത് ഇത് എനിക്ക് മ്യൂട്ട് ചെയ്തേ പറ്റൂ.
ഞാൻ വർക്ക് ചെയ്യുന്ന ബിൽഡിങ്ങിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ കേട്ടോ പുതിയ ബിൽഡിങ്. അവിടെ നല്ല രസമാണ്. ചെറിയതായിട്ട് കുറച്ച് ദൂരം നടക്കാനുണ്ട്. നമ്മൾ കുറച്ച് ദൂരം ഇങ്ങനെ നടന്ന് നല്ല രസമാണ്. ബിൽഡിങ്ങിൻ്റെ ആർക്കിടെക്ചറൊക്കെ ഭയങ്കര രസമായിട്ടാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. സോ നമ്മൾ അതുവഴി നടന്ന് പോയി ചായ കുടിക്കുന്ന സീനാണിത്. അപ്പോൾ നിങ്ങൾ കണ്ടു നോക്കിയോ എൻ്റെ പുതിയ ബിൽഡിംഗ് എങ്ങനെയുണ്ടെന്നുള്ളത് കണ്ടു നോക്കാം. A few moments later. വി ഹാവ് റീച്ച്ഡ് ദി പാൻട്രി. ഇവിടെ നമുക്ക് ടീക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ചായ കുടിക്കാൻ വന്ന സ്ഥിതിക്ക് ഒരു ചായ കുടിക്കണമല്ലോ. അങ്ങനെ ഞാനൊരു ചായ ഓർഡർ ചെയ്തു. ഹേമന്തേട്ടൻ അവക്കാഡോ ഷേക്ക് ഏതോ ഒരു ദിവസം വന്നപ്പോൾ അവക്കാഡോ ഷേക്ക് വാങ്ങിച്ചു. പിന്നെ ചേട്ടൻ അതിൽ പെട്ടുപോയിട്ടോ. വീണ്ടും ഡെയിലി നമ്മളിപ്പോൾ അവക്കാഡോ ഷേക്ക് എന്നിവിടെ വന്ന് കുടിക്കുന്ന അവസ്ഥയാണ്. സോ ഒരു ഫ്രഞ്ച് ഫ്രൈസും ഒരു അവക്കാഡോ ഷേക്കും ചായയും ആണ് നമ്മൾ ഓർഡർ ചെയ്ത്. അങ്ങനെ ഒരു അരമണിക്കൂർ എടുത്ത് നമ്മൾ അവിടെ ഇരുന്ന് കഴിച്ചു. കുറേ ഫ്രണ്ട്സിനെയൊക്കെ കണ്ടു, പുതിയ ആൾക്കാരെ കണ്ടു. ഒരുപാട് പേര്, ഇപ്പം എൻ്റെ കമ്പനി മാത്രമല്ല വേറെ ഒരുപാട് കമ്പനിയിലുള്ള ആൾക്കാർ ഈ ഒരു ബിൽഡിങ്ങിൽ വർക്ക് ചെയ്യുന്നുണ്ട്. സോ നമ്മൾ അവരെയൊക്കെ മീറ്റ് ചെയ്തു. തിരിച്ചിറങ്ങുമ്പോൾ ഫ്രണ്ട് കാണാൻ നല്ല രസമാണ് കേട്ടോ. ചെറിയൊരു സൺസെറ്റ്, ഒരു സണ്ണിന് റേസൊക്കെ വന്നിട്ട് ബിൽഡിംഗ് കാണാൻ ഭയങ്കര ഭംഗിയാണ്. സോ അവിടെ നമ്മൾ ഇറങ്ങി വീണ്ടും എൻ്റെ പുതിയ ബിൽഡിങ്ങിലോട്ട് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന എൻ്റെ പഴയ ബിൽഡിങ്ങിലോട്ട് പോവാണ്. വീണ്ടും ഒരുപാട് പണിയുണ്ട്. ഇനി രാത്രിയിൽ ഞാൻ ഇറങ്ങുള്ളൂ, ബിക്കോസ് അത്രയ്ക്ക് പണി എനിക്ക് പെൻഡിങ് ഉണ്ട്. സോ ഇനി രാത്രിയിലെ വിശേഷം കാണിച്ചു തരാം. നിഖിൽ ഈസ് കമ്മിങ് ടു പിക്ക് മീ അപ്പ്. സോ നിഖിലിനെ വെയിറ്റ് ചെയ്ത് തന്നെ ഇവിടെ നിൽക്കണം. ടയേർഡായി. എന്നാ തലവേദനയായിരുന്നു അറിയാവോ. വൈകിട്ട് എന്ന് വെച്ചാൽ രാവിലെ 11:30 തൊട്ട് ഒരു 8:30 വരെ നമ്മളിങ്ങനെ ലാപ്പിൽ തന്നെ നോക്കിക്കൊണ്ടിരിക്കും അല്ലേ. സോ ഐ എം സോ ടയേർഡ്. ഇനി പോകണം, ഡിന്നർ കഴിക്കണം, കുറച്ച് നേരം ഫ്രണ്ട്സിൻ്റെ കൂടെ ഇരിക്കണം. ഇതൊക്കെയാണ് എൻ്റെ പ്ലാൻ. സേ ഹായ്. നിഖിൽ എന്നെ പിക്ക് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുവാണ് ഗൈസ്. എവിടെ പോയിട്ട് വരുവാ നീ? എന്തോ കള്ളത്തരം കാണിച്ചിട്ട് വരുവാണ് ഗൈസ്. ദിസ് ഈസ് നിഖിൽ. ഒരു ചുള്ളനാണ്. ഹെൽമെറ്റ് ഒക്കെ മാറ്റിയിട്ട് ഞാൻ കാണിച്ചു തരാം അല്ലേ. നിഖിൽ ഓൾറെഡി ഇവിടെയാണ് വർക്ക് ചെയ്തോണ്ടിരുന്നത്, പക്ഷെ ഇപ്പൊ ഇറങ്ങി വേറൊരു കമ്പനിയിലൊക്കെ കിട്ടി. സോ ഇനി നമുക്ക് ഫുഡ് കഴിക്കണം. നമുക്ക് വേറെ കുറെ പ്ലാൻസ് ഉണ്ട് രാത്രി അല്ലേ. ഓക്കെ ഗൈസ്, എന്നെ കണ്ട് പഠിക്കരുത്. ഹെൽമെറ്റ് വെച്ച് മാത്രമേ 2-വീലർ ഡ്രൈവ് ചെയ്യാറുള്ളൂ, അല്ലെങ്കിൽ ട്രാവൽ ചെയ്യാറുള്ളൂ. ഞാൻ എൻ്റെ ഫ്ലാറ്റിന് തൊട്ടടുത്താണ് എൻ്റെ ഓഫീസ്. അതും സർവീസ് റോഡ് അടുത്താണ് പോകുന്നത്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഹെൽമെറ്റ് വെക്കാത്തത്. അത് ഹെൽമെറ്റ് നിങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ എനിക്കിഷ്ടമായിട്ടോ ഇങ്ങനെ ഹെൽമെറ്റ് ഇല്ലാതെ യാത്ര ചെയ്യാൻ. ഡോണ്ട് ഫോളോ മീ, ഓക്കെ? ഐ ആം എ ബാഡ് ഇൻഫ്ലുവൻസ്. അതുകൊണ്ടോ ഇവിടെ വന്ന് നമ്മൾ ഡിന്നർ ഓർഡർ ചെയ്ത് ഫ്ലാറ്റിൽ പോയി ഫുഡ് കഴിച്ചു. നിഖിലിന് എൻ്റെ ബ്രേസ്ലെറ്റ് ഞാൻ കൊടുത്തു. ഹി വാസ് വെരി ഹാപ്പി. ബേബി ചിരിക്കൂ. ഇടിവേളയല്ല, കാണിക്കൂ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനെ. ഹി വാസ് വെരി ഹാപ്പി കേട്ടോ. എന്ത് കൊടുത്താലും, ഒരു കുഞ്ഞു ചോക്ലേറ്റ് കൊടുത്താൽ പോലും ഭയങ്കര ഹാപ്പി ആയിരിക്കും. അങ്ങനെയാണ് അവൻ. സോ ദിസ് വാസ് മൈ ഡേ. ഫ്ലാറ്റിൽ പോയി ഫുഡ് കഴിച്ചു, കുറേ നേരം ഫോൺ നോക്കിക്കൊണ്ടിരുന്നു, കിടന്നുറങ്ങി. ദിസ് വാസ് മൈ ഡേ. ദിസ് വാസ് മൈ ഓഫീസ് ടൂർ വ്ളോഗ്. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഓഫീസ് ടൂർ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ അടുത്ത ദിവസം അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ടാറ്റാ, ബൈ ബൈ.